നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗംഗയ്ക്ക് എന്തോ കാര്യം എന്നോട് പറയാനുണ്ട് മുത്തശ്ശി. ഞങ്ങൾ ആ കാര്യം സംസാരിക്കുകയായിരുന്നു. അതൊക്കെ ഇനി നാളെ ആകാം. നേരെ ഒരുപാട് വൈകി. മഹി പോയി കിടക്ക്. രാവിലെ ഓഫീസിൽ പോകാനുള്ളതല്ലേ. അത് സാരമില്ല. ഗംഗ പറ, എന്താ കാര്യം? ഒന്നുമില്ല മഹേട്ടാ. മഹേട്ടൻ പോയിക്കോ. എന്താ ഗംഗ നിന്റെ ഉദ്ദേശം? ഞാൻ പറഞ്ഞതൊക്കെ നീ മറന്നോ? മഹി ആ രീതിയിൽ കാണരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? ഇല്ല മുത്തശ്ശി, ഞാനതിന് തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇല്ലേ? പിന്നെ എന്തായിരുന്നു ഇവിടെ? മറ്റൊരാളുമായി വിവാഹം തീരുമാനിച്ച നീ എന്തിനാ അസമയത്ത് മഹിയോട് സംസാരിക്കുന്നത്? മഹിയേട്ടന് എനിക്കതിന് ഒരു അന്യനാണോ മുത്തശ്ശി? അതെ. എന്താ സംശയം? അപ്പോ നീ എനിക്ക് സത്യം ചെയ്തതൊക്കെ മറന്നോ? ഒന്നും മറന്നിട്ടില്ല. മുത്തശ്ശിയുടെ ആഗ്രഹപ്രകാരല്ലേ ഇപ്പൊ എല്ലാം നടക്കുന്നത്. പിന്നെ ഈ വിവാഹം, ഇത്രയും പെട്ടെന്ന് ഇങ്ങനൊരു വിവാഹം അതുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പെട്ടെന്നോ? നിനക്ക് വിവാഹപ്രായമായി. പെൺകുട്ടികൾക്ക് വിവാഹപ്രായമായാൽ നല്ല ആലോചന വന്നാൽ അത് നടത്തുക തന്നെ വേണം. പക്ഷെ മുത്തശ്ശി, മനസ്സുകൊണ്ട് ഒരു വിവാഹത്തിന് ഞാൻ തയ്യാറായിട്ടില്ല. അതൊന്നും സാരമില്ല. അതൊക്കെ പതിയെ പൊരുത്തപ്പെട്ടോളൂ. മോളെ, നിനക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ബന്ധവാ ഇപ്പൊ വന്നിരിക്കുന്നത്. നകുൽ നല്ല പയ്യനാ. ജാതകപരമായും നല്ല ചേർച്ചയുണ്ട്. ഇനി നിന്റെ ഭാഗത്തെ ഒരു തെറ്റ് കാരണം ഈ വിവാഹം നടക്കാതെ പോകരുത്. ഇല്ല മുത്തശ്ശി, മുത്തശ്ശിയുടെ ആഗ്രഹം പോലെ എല്ലാം നടക്കും. നിനക്ക് എന്താ മോളെ കാര്യങ്ങൾ മനസ്സിലാവാത്തത്? നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ഈ കൈലാസത്തിൽ നമുക്ക് യാതൊരു അവകാശവും ഇല്ല. ഇവരുടെയൊക്കെ ദയ കൊണ്ട് മാത്രം ജീവിക്കുന്നവരാ നമ്മള്. അതുകൊണ്ട് എന്റെ മോള് നിലമറന്നൊന്നും ആഗ്രഹിക്കരുത്. മോളെ, മഹി നിനക്ക് കൈ എത്തുന്ന ദൂരത്തല്ല. നിനക്ക് ഈ ജന്മം വിധിച്ചത് നകുലിനെയാ. അവനാണെങ്കിൽ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അർഹിക്കാത്തതിന്റെ പുറകെ പോയി വിഷമിക്കാൻ നിൽക്കാതെ നിനക്ക് വിധിച്ചതിൽ സന്തോഷം കണ്ടെത്തുകയേ വേണ്ടത്. നിന്റെ മനസ്സിലെ ആഗ്രഹങ്ങളോ ചിന്തകളോ മഹി ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇനി അറിയുകയും വേണ്ട. ശരി, മുത്തശ്ശി പറയുന്ന പോലെ ചെയ്യാം. എനിക്കറിയാം, ഈ മുത്തശ്ശിയെ വേദനിപ്പിക്കാൻ എന്റെ മോൾക്കാവില്ല. എല്ലാവരുടെയും നന്മ മാത്രമേ നീ ആഗ്രഹിക്കൂ. അതുകൊണ്ട് നിനക്ക് നന്മയെ വരൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.